السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. സഹോദരങ്ങളെ, നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു വഴിയിലൂടെ നടന്നു വരുമ്പോൾ ഉറുമ്പുകൾ മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞതോ അത് കേട്ടിട്ട് അവരുടെ ഭാഷ മനസ്സിലാക്കി അവർ പറഞ്ഞ ആ ഒരു തമാശ ഉൾക്കൊണ്ട് ചിരിക്കുകയും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ, എന്തിനാണ് നബിയോരെ നിങ്ങൾ ചിരിച്ചത്? ഉറുമ്പിന്റെ സംസാരം കേട്ടിട്ട എന്തോ അവർ പറഞ്ഞ്, സുലൈമാൻ നബിയും പട്ടാളവും വരുന്നുണ്ട്, ചവിട്ടിയേക്കരുത്, നിങ്ങളെ എല്ലാവരും മാളത്തിലേക്ക് പോയിക്കോളി എന്ന് അവരുടെ റാണി പറയുന്നുണ്ട് എന്ന്. മൃഗങ്ങളുടെ സംസാരങ്ങൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയുമായിരുന്നു. ഔലിയാക്കൾ മൃഗങ്ങളുടെ സംസാരം മനസ്സിലാക്കാൻ പറ്റുന്ന കഴിവുള്ളവരാണ്, കറാമത്താണത്. ഇന്ന് പറയാൻ പോകുന്ന യാ മാജിദ് ചേർത്തിട്ടുള്ള സ്വലാത്തുൽ മുഹിബ്ബീൻ എന്ന അത്ഭുതകരമായ 100 സ്വലാത്തുകളിൽ ഒന്ന്. അത്ഭുതകരമായ സ്വലാത്ത് എന്ന് പറയാൻ കാരണം, ഇപ്പോ വിഷമങ്ങൾ ആളുകൾ പറഞ്ഞു വിളിക്കുമ്പോൾ പെട്ടെന്ന് ഈ സ്വലാത്തിൽ നിന്ന് ഓരോ സ്വലാത്ത് 1000 വട്ടം ചൊല്ലാനാ കൊടുക്കുക. ഒരു സഹോദരി ഭർത്താവ് തീരെ ഒരു പഴയ പോലെ നല്ല തിളക്കത്തിലില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതിലെ ഒരു സ്വലാത്താ കൊടുത്ത്. പിറ്റേന്ന് തന്നെ അയാൾ വിളിക്കുകയും സംസാരിക്കുകയും വലിയ ഹാപ്പിയാണെന്ന് പറയുകയും ഭർത്താവിന് നല്ലൊരു ജോലി ശരിയാവണമെന്ന് പറഞ്ഞ് പിന്നെയും വേറെ ഒരു സ്വലാത്ത് 1000 വട്ടം കൊടുത്തു. അപ്പം തന്നെ വിളിച്ച് ജോലിക്കുള്ള ഏർപ്പാടുകളൊക്കെ റെഡിയായിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് ഉസ്താദിന് കിണറിന്റെ പണിയിലേക്ക് നല്ലൊരു സംഭാവന ആദ്യ ശമ്പളത്തിന് തരും എന്ന്. എനിക്ക് ചെറിയൊരു ഡൗട്ട് അടിച്ചു. പറഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ അവർക്കിങ്ങനെ ഫലം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ചിലപ്പോൾ എന്നെ കളിപ്പിക്കുന്നതായിരിക്കുമോ എന്ന് പറഞ്ഞ്, നിങ്ങൾ ആരാ, ആണാണോ പെണ്ണാണോ, വല്ല നിരീശ്വരവാദിയോ മറ്റോ നമ്മെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി പറയുകയാണോ? നിന്റെ ഒരു ഐഡന്റിറ്റി കാർഡ് വിട്, നിന്റെ ഒരു ഫോട്ടോ വിട് എന്ന് പറഞ്ഞപ്പോൾ അവര് വിട്ടില്ല. എനിക്ക് ആ സംശയത്തിന്റെ പുറത്ത് ഞാൻ ബ്ലോക്ക് ചെയ്തു. ആരാന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് ഫോട്ടോ നോക്കുന്നതിന് വിരോധമില്ല എന്ന നിലയ്ക്കാണ് ചോദിച്ചത്. ഏതായാലും ഫലങ്ങളുണ്ടെന്ന് ഉൾക്കൊണ്ടു, അവര് അയച്ചില്ലല്ലോ. അപ്പൊ അതൊരു യഥാർത്ഥമാണെന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ അയക്കാത്തത് തട്ടിപ്പാണോ എന്നൊന്നും അറിയില്ല. ഏതായാലും ഫലങ്ങൾ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. നമ്മെ വിളിച്ച് സങ്കടം പറയുന്നവരിൽ പലരും ഒരു മാസത്തിനകോ 40 ദിവസത്തിനകോ ഒക്കെ ഫലം കിട്ടിയവരാണ്. ഇതായാലും മറ്റു അസ്മാഉൽ ഹുസ്നയായാലും ജൽജലൂത്തായാലും മറ്റു സലാത്തുകളും ബൈത്തുകളും കസീദുകളും ദുആകളൊക്കെ ആയാലും നമ്മളുടെ ഈ ചാനലിലൂടെ ഒരുപാട് ആളുകൾക്ക് ആശ്വാസം ലഭിച്ചു എന്നത് തന്നെയാണ് നമ്മുടെ ബെനിഫിറ്റ്. അള്ളാഹു നമ്മുടെയും എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി തരട്ടെ. നാം ഇങ്ങനെ ഒരുപാട് പറയുന്നതും വീണ്ടും വീണ്ടും ദുആകൾ പരതി നോക്കുന്നതും കൊണ്ട് ഏത് ചൊല്ലണമെന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് കൂടുതലായിട്ടുണ്ടാവും. കൂടുതൽ ഇങ്ങനെ ഈ ദിക്റുകൾ മാത്രം നോക്കുന്നത് കൊണ്ടേ നിങ്ങൾ ഒന്ന് കിട്ടിയാൽ അതങ്ങ് ചൊല്ലുന്നു, പെട്ടെന്ന് ഫലം കിട്ടുന്നു, ഉസ്താദിന്റെ വീട് ഇതുവരെയും തറയിൽ തന്നെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ആശങ്കപ്പെടേണ്ട. ഞാൻ ചൊല്ലാത്തത് കൊണ്ട് ഏത് ചൊല്ലണമെന്നുള്ള കൺഫ്യൂഷനിലും പിന്നെ ഞാൻ അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഔറാദുകൾ മാത്രമാണ് കാര്യമായി ശ്രദ്ധിക്കാറുള്ളത്. ദിവസവും 2 നേരോ അല്ലെങ്കിൽ 5 നേരോ സമയം കിട്ടിയ അസ്മാഉൽ ഹുസ്ന ഫുള്ളായിട്ട് പറയും. ഏതായാലും അള്ളാഹു നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും അവൻ ഒരു പ്രത്യേക സഹായം നൽകട്ടെ. ഇന്ന് പറയാൻ പോകുന്ന ഈ സ്വലാത്ത് ധാരാളം ചൊല്ലുകയാണെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള യാ മാജിദ് എന്ന ഇസ്മ മാത്രവും ഒരുപാട് ചൊല്ലുന്നതിന് ഫലമുണ്ട്, നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചൊല്ലുകയാണെങ്കിലും മൃഗങ്ങളുടെ സംസാരം മനസ്സിലാക്കാൻ പറ്റും എന്നതാണ് അതിന്റെ ഒരു ഫലമായിട്ട് പറയുന്നത്. വേറെയും ഫലമുണ്ട്. മൃഗങ്ങള് സംസാരിക്കുകയാണോ അള്ളാഹുവിനെ സ്തുതിക്കുകയാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഈ സ്വലാത്ത് ഞാൻ ആദ്യം പറഞ്ഞുതരാം, പിന്നെ അതിന്റെ അതിലെ ഇസ്മിന്റെ മഹത്വങ്ങളും അതിന്റെ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ആവർത്തിക്കാം. 66 സ്വല്ലി വസല്ലിം വബാരിക് യാ മാജിദ് അലൽ മുതഖല്ലിബി ഫിസ്സാജിദീനൽ അമാജിദ്. ഈ സ്വലാത്ത് ധാരാളം ഒരാൾ ചൊല്ലുകയാണെങ്കിൽ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും മാത്രമല്ല
വസ്തുക്കൾ, ഓരോ വസ്തുവും സംസാരിക്കും. അതിന്റെ സംസാരം കേൾക്കാനും അള്ളാഹുവിനെ അത് സ്തുതിക്കുന്നതിന്റെ ശബ്ദം കേൾക്കുവാനും നമുക്ക് സാധിക്കും. യാതൊരു സംശയമില്ല കേട്ടോ. ഇത് ധാരാളം അള്ളാഹുവിന്റെ ആ ഒരു അള്ളാഹിനെ മാത്രം പുകത്തുന്നതിലായി ജീവിക്കുമ്പോഴുണ്ടാകുന്ന ഫലങ്ങളാണ്. നമ്മെ വിളിച്ച് പറയുന്നവരോടൊക്കെ അസ്മാഉൽ ഹുസ്ന അല്ലെങ്കിൽ അസ്മാഉൽ ഹുസ്നയുടെ വേറെ വേർഷനായ പേർഷ്യൻ ഭാഷയിലുള്ള ജൽജലൂത്ത് അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളിട്ടുള്ള ഈ സലാത്തുൽ മുഹിബ്ബീൻ, ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഇതല്ലാതെ വേറെ തട്ടിപ്പുകളോ അല്ലെങ്കിൽ കൂടോത്രങ്ങളോ വ്യാജ ചികിത്സയോ ഒന്നോ നമ്മുടെ കയ്യിലില്ല. ചികിത്സയ്ക്ക് ഇരിക്കാറുമില്ല. നമുക്കാരെങ്കിലും ഹദിയകൾ അയച്ചു തരുമ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്നതിന് ഹദിയ വേണമെന്ന് പ്രത്യേകം പറയാറുമില്ല. ഇപ്പൊ പറയാറുണ്ട്. എന്റെ വീടിന്റെ കാര്യം വലിയ വിഷമത്തിലാ, ആരും പൈസ അയക്കുന്നുമില്ല. അയക്കാതിരിക്കുമ്പോൾ അള്ളാഹുവിൽ സങ്കടം പറയല്ലാതെ മനുഷ്യരോട് സങ്കടവും ഇല്ല. റബ്ബിൽ തവക്കൽ ചെയ്ത് അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഹദിയ ഈ ചാനൽ കേൾക്കുന്നവരോട് ചോദിക്കാറുണ്ട്. ഇങ്ങനെ പരത്തി ചോദിക്കാറുമില്ല. നമ്മെ പരിചയമുള്ള, നമ്മെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകൾ ഇതിനകത്തുണ്ട്. അവരോടാണ് നാം ഈ ചോദിക്കുന്നത്. വിഷമം ഏറെ ഉണ്ട്. അത് കാണിക്കാതെ വീണ്ടും നമുക്ക് മുമ്പോട്ട് പോകാം. സല്ലി വസല്ലിം വബാരിക് യാ മാജിദ്. കഴിയുന്ന ആളുകൾ ഇനിയും വൈകിക്കാതെ നമ്മുടെ വീടിന്റെ പണിക്ക്, റമദാനൊക്കെ വരികയാണ്, റമദാനിൽ അയക്കാൻ വേണ്ടി വിചാരിക്കുന്നവർ ഒരു 10,000 കരുതിക്കോളുക. ഓരോരുത്തരും ഒരു കുടുംബത്തിൽ നിന്ന് ഒരു 10,000 അയച്ചാലേ ഇനൊരു 10 ലക്ഷം കയ്യിൽ വരത്തുള്ളൂ. അങ്ങനെ വന്നാലേ ആ കൊച്ചു വീട് ഉയരത്തുള്ളൂ. അതിന്റെ അടുത്തൊരു കിണർ ഒഴിക്കാനുണ്ട്. അതിന് പെട്ടെന്ന് തന്നെ അയച്ചാൽ ഈ റജബ് കഴിയുന്നതിന് മുമ്പ് ഒന്ന് കുറ്റിയടിച്ച് അതിന് വെള്ളത്തിന്റെ ഒരു വ്യവസ്ഥയാക്കാമെന്ന് കരുതുന്നുണ്ട്. എല്ലാം റബ്ബിൽ തവക്കുൽ ചെയ്യുന്നു. അള്ളാഹു ഏത് വഴിക്കാണോ തരുന്നത് ആ വഴിക്ക് തരും. ഇത് നിയത്ത് ചെയ്ത് നമ്മളെ ഈ ഹദിയകൾ നിയത്ത് ചെയ്തും ചൊല്ലുന്ന ഇസ്മുകൾ തെറ്റാതെ ചൊല്ലിയുമൊക്കെ എത്രയോ ആളുകൾക്ക് അവരുടെ വിഷമങ്ങൾ ശരിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉമ്മമാർ മക്കൾക്ക് വേണ്ടി അവരുടെ ജോലി ശരിയാകാൻ, കല്യാണം ശരിയാകാൻ, ഗൾഫിലുള്ള മകന്റെ കാര്യത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് മാറാൻ ചെയ്തിട്ടുള്ള ഒത്തിരി ആളുകളുടെ ഫലങ്ങൾ അതൊന്നും പരസ്യപ്പെടുത്താനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഫലങ്ങൾ ഒരുപാട് ആളുകൾ സന്തോഷത്തോടെ ദുആ ചെയ്ത് അറിയിക്കുന്നുണ്ട്. ഇനിയും ഇൻഷാ അല്ലാഹ് വീടിന്റെ കാര്യത്തിൽ അയക്കാമെന്ന് പറയുന്നവരും ഉണ്ട്. അതുകൊണ്ട് ആ അയച്ചവർക്കും ഇനി അയക്കാനുള്ള ആളുകൾക്കൊക്കെ ഞാൻ ഒന്നായിട്ട് ദുആ ചെയ്യുകയാണ്. അള്ളാഹു എല്ലാവരുടെയും കാര്യത്തിൽ വലിയ ഫലങ്ങൾ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അത് ആവർത്തിക്കുകയും ചെയ്യുന്നു. ഈ സ്വലാത്ത് സല്ലി വസല്ലിം വബാരിക് യാ വാഹിദ് യാ മാജിദ്. ഓ മഹത്വമുള്ള വളർമ്മയുള്ള അള്ളാഹുവേ, മാജിദ് വലിയ പുണ്യങ്ങൾ നിറഞ്ഞവൻ, മജിദ് മഹത്വം, വളർമ്മ എന്ന് പറഞ്ഞാൽ ഏറെ പറയാൻ ഉയരത്തിലുള്ള മഹത്വങ്ങൾ ആർജിച്ചെടുത്തവൻ. അപ്പോ വളർമ്മയുള്ളവൻ പഴയ മലയാളം, മഹത്വമുള്ളവൻ എന്ന് മനസ്സിലാകാൻ വേണ്ടി പുതിയ മലയാളത്തിലേക്ക് വിവർത്തിക്കാം. യാ മാജിദു യാ അല്ലാഹ്. ആ ഇസ്മാണ് ഇന്ന് ഇതിനകത്തുള്ളത്. സ്വല്ലി വസല്ലിം വബാരിക് യാ മാജിദ്. ഓ മാജിദായ അല്ലാഹുവേ, നീ പ്രത്യേക കരുണയായ സലാത്തും വലിയ രക്ഷയായ സലാമും ധാരാളം നിന്റെ പക്കന്നുള്ള നിഅമത്തുകളും ബർക്കത്തുകളുമാകുന്ന ബർക്കത്ത്, നന്മകളാകുന്ന ബർക്കത്തും, അതാണ് സ്വല്ലി വസല്ലിം വബാരിക്. ഇത് മൂന്നും നീ ചെയ്യണേ. മാജിദായ മഹത്വമുള്ള അല്ലാഹുവേ, ഹലൽ മുതഖല്ലിബി ഫിസ്സാജിദീനൽ അമാജിദ്. അമാജിദുകളായ മഹത്വം ഉള്ളവരായ സുജൂദ് ചെയ്യാൻ ഭാഗ്യം കിട്ടുന്ന രാത്രികാലങ്ങളിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് സുജൂദിലായി വീണ് കിടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് സുജൂദ് റുക്കൂമൊക്കെ ചെയ്ത് മറിയുന്ന മുത്തുനബി, സുജൂദിലും റുക്കൂലുമായിട്ട് ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുക മുത്തുനബി രാത്രി മുഴുവൻ അള്ളാഹുവിന് വേണ്ടി. ഇടയ്ക്ക് ഉറങ്ങും, ഇടയ്ക്ക് എഴുന്നേക്കും. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ നിസ്കാരം അങ്ങനെയായിരുന്നു. കുറച്ച് ഉറങ്ങും, വീണ്ടും നിസ്കരിക്കും. അങ്ങനെയായിരുന്നു. ദാവൂദ് നബിന്റെ നോമ്പും അങ്ങനെയായിരുന്നല്ലോ. ഒരു ദിവസം മുറിക്കും, ഒരു ദിവസം നോൽക്കും. അള്ളാഹു എല്ലാവർക്കും നല്ലതിന് ഭാഗ്യം നൽകട്ടെ. തഹജ്ജുദ് നിസ്കരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഇനി ഒരുപാട് കാലമൊന്നുമില്ല. നാം വലിയ വീടുകളൊക്കെ ഇനി വെക്കുന്നത് കുറയ്ക്കുക. ഇനി ഭൂകമ്പങ്ങളുടെ കാലമാണ്. സിറിയയിലും അതുപോലെയുള്ള അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ വലിയ ഭൂകമ്പവും പിന്നീട് തീപിടുത്തവും വലിയ പുകയും അതൊക്കെ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ തന്നെയാണ്. എല്ലാവരും വിഷമത്തിലും ദാരിദ്ര്യത്തിലുമായി വീണ്ടും പഴയ പട്ടിണിയിലേക്ക് പോകുമ്പോൾ ശത്രുക്കളായ ആളുകൾക്ക് വലിയ ഈർഷ്യവും വാശിയും ഒക്കെ നിറഞ്ഞ്
വലിയ ഉപരോധത്തിലാവുന്ന സമയത്താണ് ദജ്ജാല് വരിക. അപ്പൊ പിന്നെ നമുക്ക് ഈമാൻ നഷ്ടപ്പെടാൻ വേറെ പറയണ്ടല്ലോ. ചെറിയൊരു വിഷമം വരുമ്പോഴേക്ക് അമ്പലത്തിലും ദേവസ്ഥാനത്തിലും പൂജാരിയുടെ അടുക്കലും കണിയാന്റെ അടുക്കലൊക്കെ പോകുന്ന നമ്മുടെ ഈമാനുണ്ടല്ലോ, ചെറിയ വിഷമം വരുമ്പോഴേക്ക് കൊച്ചു കൊച്ചു ദജ്ജാലുകളുടെ അടുത്ത് പോയിട്ട് അവരിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ അത്ഭുതങ്ങളെ തേടിപ്പോകുന്ന നമ്മുടെ ചില ആളുകളുണ്ട്. കുഫ്റാണത്, ഷിർക്കാണത്, ഇസ്ലാമെന്ന് പുറത്തു പോകും. അതിന്റെ വലിയ വേർഷനാണ് ദജ്ജാൽ. അവൻ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടാ വരുന്നത്. അവന്റെ അടുത്ത് പോകുന്ന ആളുകൾക്ക് അവൻ വാരിക്കോരി പണം കൊടുക്കും, വീട് വെക്കാനും കൊടുക്കും, കൊട്ടാരം വെക്കാനും കൊടുക്കും. പട്ടിണിയാണെങ്കിൽ അപ്പം തന്നെ വാരിക്കൊടുക്കും ഭക്ഷണവും പത്തിരും കറിയും ഒക്കെ. ഒരു മരം നട്ട അപ്പം തന്നെ അതിൽ കായ്ക്കും. വെള്ളമില്ലാത്തടത്ത് അവൻ മഴ പെയ്യിപ്പിക്കും. മഴ വേണ്ടെന്ന് അവനെ ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് മഴ തടയും. എന്തോ അവൻ ചെയ്യാത്ത മനുഷ്യൻ മരിച്ചു കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേൽപ്പിക്കും. ഇതൊക്കെ ചെയ്ത ദൈവമായില്ലേ? അപ്പൊ തന്നെ അയാളെ ദൈവമാക്കി ലോകം മുഴുവനും അവനെ ആഘോഷിക്കും. അവന്റെ അപദാനങ്ങൾ പാടാൻ പ്രത്യേക ചാനലുകൾ ഇറങ്ങും. എല്ലാ മീഡിയകളും അവന്റെ പിന്നാലെ ആയിരിക്കും. VIPസും വലിയ വലിയ അറിയപ്പെടുന്ന മേഖലയിലുള്ള ആളുകളും മന്ത്രിമാരും പിന്നെ എല്ലാ സിനിമാ നടന്മാരും എല്ലാം അവന്റെ കൂടെ ആയിരിക്കും. ഇതുപോലെ അവരെല്ലാവരും കൂടി പരസ്യം പറയുന്നത് ദജ്ജാലിനെ കുറിച്ചാണ്. നമ്മുടെ നേതാവ് എന്നാ പറയുന്നത്. അപ്പൊ ഇത്തിരി ഈമാൻ കുറഞ്ഞ ആളുകളൊക്കെ അവന്റെ ഫാൻസ് ആയിട്ട് മാറും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഭീകര രൂപമൊന്നുമല്ല. ഒരു കണ്ണിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്, അതിങ്ങനെ മുന്തിരി പോലെ പുറത്തേക്ക് ഇങ്ങനെ വന്നു നിൽക്കുക. ഒരു മുന്തിരി ഇവിടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങള് മുന്തിരി എന്നാ പറഞ്ഞ, പുറത്തേക്ക് ഇങ്ങനെ കൊലയിൽ നിന്ന് പുറത്തേക്ക് വന്നവരുള്ള ഒരു മുന്തിരി പുറത്തേക്ക് നിൽക്കുന്ന പോലെ ആയിരിക്കും ഒരു കണ്ണെന്ന്. അതിനെ ചെറുപ്പക്കാരനായിരിക്കും, ചുരുണ്ട മുടിക്കാരനായിരിക്കും, നല്ല കട്ടി ശരീരമുള്ള ആളായിരിക്കും. മെസ്സിയുടെ സ്പീഡ് കണ്ടപ്പോഴേക്ക് നിസ്കാരവും വേണ്ട, നോമ്പും വേണ്ട, അവന്റെ ആളായി മാറിയില്ല എല്ലാരും. ഇങ്ങനെ ഒരു വലിയ ഒരു അറിയപ്പെടുന്ന എന്താ പറയാ ഒരു പ്രോപ്പർട്ടി ആയിട്ട് അവൻ വരും. അവന് ഹീറോയാ. അവൻ എല്ലായിടത്തും എല്ലാറ്റിന്റെയും ബ്രാൻഡായിട്ട് മാറും. ദജ്ജാൽ 40 ദിവസമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോഴേക്ക് ലോകം മുഴുവൻ അവനെത്തും. അപ്പോഴേക്ക് ഈമാൻ നഷ്ടപ്പെടുന്നവരുടെയൊക്കെ നഷ്ടപ്പെടും. ഈ ആദം നബി അലൈഹിസ്സലാം മുതൽ പറഞ്ഞിട്ടുണ്ട്. ആദം നബിയും തന്റെ ആളുകളോട് പറഞ്ഞിട്ടുണ്ട് അലൈഹിസ്സലാം, ദജ്ജാല് വരും, ഈമാൻ ഊരിപ്പോവും, അവൻ ഒരിക്കലും വിശ്വസിക്കപ്പെടേണ്ടതോ അഭയം തേടേണ്ടതോ അവന്റെ മുന്നിൽ തലകുനിക്കേണ്ടതോ ആയിട്ടുള്ള ആളല്ല. അവൻ കള്ളനാണ്, അള്ളാഹുവിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഞാൻ ദൈവം എന്നൊക്കെ പറഞ്ഞു. ആദ്യം നബി എന്ന് പറയും, പിന്നെ ദൈവം എന്ന് പറയും. എല്ലാം ആവും അവൻ. സൂക്ഷിക്കണം. ആ ദജ്ജാലിന്റെയൊക്കെ കാലം വരാൻ ഇനി അടുത്തായി കഴിഞ്ഞു മോനെ. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുക, നല്ല കാര്യത്തിലൊക്കെ ഏർപ്പെടുക. ഇത്തിരി ചാനലൊക്കെ കാണാം, നല്ല ചാനല്. നമ്മുടെ കമറുള്ളി തന്നെ ആവണമെന്നില്ല, നമ്മളെക്കാൾ നന്നായിട്ട് ദുആ നടത്തി കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ഉസ്താദന്മാർ ഒത്തിരി ഉണ്ട്. ഇന്നത്തെ കാലം ഇത് തന്നെയാണ്. മദ്രസ പാടില്ല, ചേലാകർമ്മം ചെയ്യാൻ പാടില്ല, ആണോ പെണ്ണോ എന്ന് പോലും പേര് തിരിച്ചിടാൻ പാടില്ല. 18 വയസ്സാകുമ്പോ ഓരോരുത്തർ വേണ്ടവരാണായിക്കൊള്ളും, അല്ലാത്ത ഒരു പെണ്ണായിക്കൊള്ളൂ എന്നൊക്കെയാ പറയുന്നത്. പെണ്ണായി മാറിയവൻ ദേ ഒരാണിനെ കല്യാണം കഴിച്ചിരിക്കുന്നു. സത്യത്തിൽ ആണ് പെണ്ണായി ജനിച്ച ആളാ. അവളുടെ ആ മുല കൊടുക്കുന്ന ആ ഒരു സാധനമൊക്കെ മുറിച്ച് കളഞ്ഞ്, എന്നിട്ട് അവൾക്ക് ഹൈല് നിൽക്കില്ലല്ലോ, പെണ്ണല്ലേ, യഥാർത്ഥത്തിൽ അസ്തിത്വം പെണ്ണല്ലേ, ആണായിട്ട് പേരിട്ടത് കൊണ്ട് ആണാവോ? ഈ പെണ്ണായി മാറിയ ആണ് അവനും ഈ പെണ്ണായവനെ കാണുമ്പോഴേക്ക് രാത്രിയാകുമ്പോഴേക്ക് പെണ്ണിന്റെ ഫീലിംഗ് അല്ലേ അവന്റെ അടുത്ത് വരത്തുള്ളൂ. ഒടുവിൽ ഗർഭിണിയായി, പ്രസവിച്ചു, നോക്കുമ്പോ മുല കൊടുക്കാൻ മുലയില്ല. ഇപ്പൊ പറയുക ചില നിരീശ്വരാദികൾ, ചേലാകർമ്മം ചെയ്യുന്നത് കൊച്ചുകുട്ടികളെ വേദനിപ്പിക്കലാണ് എന്ന്. സ്വന്തം ശരീരത്തിലെ അള്ളാഹു പടച്ച ഒരു കുട്ടിക്ക് പാല് കൊടുക്കേണ്ട സാധനത്തിന് മുറിച്ചു കളഞ്ഞിട്ട് ആ കുട്ടിയെ പീഡിപ്പിക്കുന്നതിനെതിരെ ഒരു നിരീശ്വരവാദിയും സംസാരിക്കുന്നില്ലല്ലോ. എവിടെ പോയി അവരൊക്കെ? വല്ലാത്ത ലോകം. ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു. ഇത് രാത്രിയാണെന്ന് പറയുകയാണെങ്കിൽ പകലിനെ നമ്മൾ രാത്രിയായിട്ട് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. ലോകം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. നമുക്കൊന്നൊരു വോയിസും ഇല്ല, മദ്രസയും ഉണ്ടാവില്ല,
പള്ളി ഉണ്ടാവില്ല. അങ്ങനെ എല്ലാ അവസ്ഥകളൊക്കെ ഓരോ സ്ഥലത്ത് വന്നു പോയാൽ അള്ളാഹു ഖിയാമത്ത് നാൾ വരെ വിശ്വാസികളെ രക്ഷപ്പെടുത്തട്ടെ. അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ ചെയ്യുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന വിഭാഗം ഖിയാമത്ത് നാളിന്റെ അവസാനം വരെ ഉണ്ടാവും. അള്ളാഹ് എന്ന് പറയുന്നവർ മരിച്ചു തീർന്നാൽ മാത്രമേ ഖിയാമത്ത് നാൾ സംഭവിക്കത്തുള്ളൂ. അതുവരെ ആകാശമൊന്നും അങ്ങനെ പെട്ടെന്ന് പൊളിഞ്ഞു തീരില്ല. ഭൂകമ്പങ്ങളും വെള്ളപ്പൊക്കങ്ങളും തീപിടുത്തങ്ങളും പുകയും അതുപോലെ ദാരിദ്ര്യവും ദജ്ജാലിന്റെ വരവും അവനെ കൊല്ലാൻ ഈസാ നബി അലൈഹി സ്വലാം ആകാശത്ത് നിന്ന് പറന്നിറങ്ങലും അതിനുശേഷം ഏതോ അദൃശ്യലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന യജൂജ് മഅജൂജ് എന്നീ ഭീകര രൂപങ്ങൾ പുറത്തു വരികയൊക്കെ ചെയ്യും. അപ്പോ ആളുകളുടെ തിളക്കവും സ്പീഡും കളിയും അവരുടെ സ്റ്റൈലും അഭിനയവും ഒക്കെ കണ്ട് പിന്നാലെ പോകുന്ന, അല്ലെങ്കിൽ ഇത്തിരി ഒരു മന്ത്രവും ഉച്ചാരണവും കുറച്ച് അത്ഭുതങ്ങളൊക്കെ ആരെങ്കിലും കൃത്രിമമായിട്ട് കാണിക്കുന്നുണ്ട്, അവിടെ പോകുന്ന ആ ടെൻഡൻസി മാറ്റുക. ദജ്ജാല് വരുമ്പോഴേക്ക് ആ വലിയ അത്ഭുതങ്ങൾ കാണുമ്പോൾ അതിൽ വീഴാതിരിക്കാൻ ഇപ്പോഴേ നമ്മളെ മക്കൾക്ക് പഠിപ്പിക്കുക. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. രാത്രി മുഴുവനും നിസ്കരിച്ചുകൊണ്ട് നിസ്കാരത്തിലായി കെട്ടിമറിയുന്ന മുത്തഖല്ലബ് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്, അഥവാ ധാരാളം തഹജ്ജുദ് നിസ്കരിച്ച് നമുക്ക് കാണിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ സലാത്തും സലാമും ബർക്കത്തും ചൊരിയണേ മാജിദേ. യാ മാജിദു യാ അല്ലാഹ്. ദിവസവും 400 ചൊല്ലിയാൽ വലിയ ഫലമുണ്ടെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കി പറയാം. ദിവസവും 400 യാ മാജിദു യാ അല്ലാഹ്, ഓ വളർമ്മയുടയവനെ മഹത്വം ഉള്ളവനെ എന്ന് പറഞ്ഞ് പതിവാക്കുന്ന ആളുകൾ അള്ളാഹു അവരെ വലിയ സ്ഥാനത്തെത്തിക്കുമെന്നാണ്. മൃഗങ്ങളുടെ സംസാരം പോലും നമുക്ക് കേൾക്കുവാനും മറ്റു വസ്തുക്കൾ തസ്ബീഹ് ചൊല്ലുന്നതിനെ മനസ്സിലാക്കുവാനുമുള്ള പ്രത്യേക ശക്തി അവൻ അള്ളാഹു നൽകും. ജനങ്ങളൊക്കെ അവനെ ബഹുമാനിക്കുന്ന അവസ്ഥയിൽ അവനൊരു മഹത്വമുള്ളവനായി മാറും. സുബിഹിക്കും മഗ്രിബിനും, സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാല് അതുപോലെ മഗ്രിബ് നിസ്കരിച്ചു കഴിഞ്ഞാൽ 400 വട്ടം ദിവസം ചൊല്ലുന്ന ആള്, അയാൾക്ക് മൃഗങ്ങളുടെ വർത്തമാനം പോലും മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് മുമ്പ് നമ്മൾ പറഞ്ഞത്. അതിപ്പോഴും നമ്മൾക്ക് ഒന്നുകൂടി പഠിക്കാനായി ഈ സലാത്ത് കേൾക്കാൻ വന്നതുകൊണ്ട്. അപ്പൊ യാ മാജിദ് യാ അല്ലാഹ് എന്നതിന്റെ പല മഹത്വങ്ങളും മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. യാ മാജിദ് യാ അല്ലാഹ്, യാ മാജിദ് യാ അല്ലാഹ് 65, യാ മാജിദ് 66. മാന്യൻ എന്നർത്ഥമുണ്ട്. മഹത്വമുള്ളവൻ, മാന്യൻ. വല്ലവനും തനിച്ചിരുന്ന് കുറെ ചൊല്ലുകയാണ് യാ മാജിദ്. ഒരാൾ തനിച്ചിരുന്നിട്ട്, ആരും ഇല്ലാത്തടത്ത് ഇരുന്നിട്ട്, അല്ലെങ്കിൽ എല്ലാവരിൽ നിന്ന് വിട്ടുമാറി അവരുടെ കളിയും കോലാഹലവും ഒന്നും ശ്രദ്ധിക്കാതെ തന്റേതായ ലോകത്ത് ഇങ്ങനെ ഇരുന്ന് യാ മാജിദ് യാ മാജിദ് എന്ന്. ഇത് തന്റേതായ ലോകത്തെന്ന് പറയാൻ കാരണം പ്രവാസികൾ അധികം ഇത് ചൊല്ലാൻ ആഗ്രഹിക്കുമ്പോൾ തനിച്ചിരുന്ന് എന്ന് ഉസ്താദ് പറയുമ്പോൾ നമുക്കതൊരു പ്രയാസ. എവിടെയാ തനിച്ചിരിക്കുക? ഞങ്ങൾ റൂമിലായിരിക്കുക, പണി കഴിഞ്ഞ പണിയുടെ സമയത്ത് അവിടെ. എന്നാ നീ അവരുടെയൊക്കെ മൈൻഡ് വിട്ടിട്ട് നീ ഒറ്റയ്ക്ക് യാ മാജിദ്, നിന്റെ എന്ത് കാര്യത്തിലായാലും ആളുകളുടെ ഇടയിലായാലും നീ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന പോലെ നിന്റെ മനസ്സ് അള്ളാഹുവിലേക്ക് ഒറ്റയ്ക്കാക്കുക. അങ്ങനെ പറ്റുമല്ലോ. യാ മാജിദ് യാ അല്ലാഹ്, യാ മാജിദ് യാ അല്ലാഹ്, യാ മാജിദ് യാ അല്ലാഹ്, യാ മാജിദ് യാ അല്ലാഹ്. അതിനൊരു രസമായിട്ടുള്ള ഒരു ഉപാധി ഞാൻ പറഞ്ഞുതരാം. അതിനൊരു പോംവഴി. നമ്മൾ ഒരുപാട് യാ മാജിദ് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് ഇയർഫോണിലിട്ട് നമ്മൾ മുമ്പ് റെക്കോർഡ് ചെയ്തതിനോടൊത്തിട്ട് നമ്മളും ചൊല്ലുക യാ മാജിദ് യാ മാജിദ് യാ മാജിദ്. അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു 100 എണ്ണമൊക്കെ റെക്കോർഡ് ചെയ്ത് ഒരു കോപ്പിയാക്കി വെച്ചിട്ട് കൂടെ യാ മാജിദ് യാ മാജിദ്. ഞാൻ വേണമെങ്കിൽ യാ മാജിദ് പറയുന്ന ഒരു വീഡിയോ അങ്ങനെ തന്നെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പൊ അത് ഓൺ ചെയ്തിട്ട് യാ മാജിദ് യാ മാജിദ് യാ മാജിദ് എന്നിങ്ങനെ ചൊല്ലി 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 ചൊല്ലിയിട്ട് എത്രയെന്ന് കണക്കൊന്നുമില്ല കേട്ടോ. ചൊല്ലിയിട്ട് അവസാനം ബോധം കെട്ട് ഉറങ്ങി വീഴുന്നത് വരെ ചൊല്ലുക. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കുക. രാത്രി എല്ലാം കഴിഞ്ഞ് ഇരുന്നിട്ട് യാ മാജിദ് യാ മാജിദ് ഇങ്ങനെ ചൊല്ലുക. ഇടക്കിടക്ക് ഉറക്കം വരും, വീണ്ടും എഴുന്നേറ്റ് യാ മാജിദ് യാ മാജിദ്. അവസാനം ഉറങ്ങാതെ നിവൃത്തിയില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ അവിടെ വീണ് അവിടെയും കിടന്നിട്ട് യാ മാജിദ് യാ മാജിദ് യാ മാജിദ് യാ മാജിദ്. ഉറക്കം വന്നു. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വല്ലവനും തനിച്ചിരുന്ന് ബോധം വെട്ടുറങ്ങുന്നത് വരെ ഈ സ്മോദിയാൽ അള്ളാഹുവിന്റെ ഒളിവ് എന്ന പ്രകാശം, നൂറ്, അള്ളാഹുവിന്റെ പ്രകാശം അവന്റെ ഖൽബിലുണ്ടാകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. ഇത് നിത്യവും ഏതെങ്കിലും കണക്ക് വെച്ചിട്ട് ഓതുകയാണെങ്കിൽ ദിവസം നിസ്കാരങ്ങൾക്ക് ശേഷം ഇതിന്റെ അദദ് എത്രയാ? 48 ഒരു 480 ദിവസം നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലുന്ന പതിവ്. അല്ലെങ്കിൽ ദിവസം ഒരു 470 ഏതെങ്കിലും സമയത്ത് ചൊല്ലുക.
അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ രാവിലെയും മഗ്‌രിബിനും 400 വീതം ചൊല്ലുകയൊക്കെ ചെയ്ത പടപ്പുകൾ അവനെ ഇഷ്ടപ്പെടും. ഇനി വേറെ ഒന്നുണ്ട്. രോഗികളായ ആളുകൾക്ക് നമ്മൾ ഇളനീരോ അല്ലെങ്കിൽ സർബത്തോ മധുരമുള്ളത് കൊടുക്കുമ്പോൾ, മരുന്ന് കൊടുക്കുമ്പോഴല്ല കേട്ടോ, സർബത്ത് കൊടുക്കുമ്പോൾ, രോഗികൾക്ക് സർബത്ത് കൊടുക്കുമ്പോൾ അതിൽ 10 വട്ടം യാ മാജിദ് എന്ന് ഊതിക്കൊടുത്താൽ രോഗി സുഖം പ്രാപിക്കുന്നതായിരിക്കും എന്നും ഇതിന്റെ ഫലം പറയുന്നു. മറ്റൊരു വീഡിയോയിൽ വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. صلى الله على محمد صلى